രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേതസേ രഘുനാഥായ നാഥായ സീതായ പദേ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകി കോകിലം ജാനകീ ജീവനസ്മരണം. ജയ ജയ രാമ രാമ. നമസ്കാരം. സനാതന ധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് വാൽമീകി രാമായണത്തിൽ ഹനുമാൻ താൻ ആരാണ് എന്ന് വ്യക്തമായിട്ട് പരിചയപ്പെടുത്തുകയായിരുന്നു കഴിഞ്ഞ സർഗത്തിൽ. ഹതേ സുരേ സംജതി ശംഭസാധനെ കവിപ്രവീരേണ മഹർഷി ചോദനാത് തതോസ്മി വായുപ്രഭവോ ഹി മൈഥിലി പ്രഭാപതൽ പ്രതിമച്ച വാനര. ഹേ മൈഥിലി, ഞാൻ ശംഭസാധനനെ കൊന്ന കേസരിയാൽ വളർത്തപ്പെട്ടവനാണ്. അതിനുശേഷം വായുവിൽ നിന്ന് ജനിച്ചവനും അഞ്ജനി എന്ന അപ്സരത്തിൽ ജനിച്ചവനും ആണ്. എന്നെ പറ്റിയാൽ പലർക്കും അറിയാം. അജ്ഞാതനായിട്ടുള്ള ഒരാളെ അല്ല ഞാൻ. ദയവായിട്ട് എന്നെ വിശ്വസിക്കണം. ഇനി ഒന്നും കൂടി വിശ്വസിക്കാൻ വേണ്ടിയിട്ടുള്ള രാമൻ നൽകിയതായിട്ടുള്ള ആ മോതിരത്തെക്കുറിച്ച് പറയുകയാണ് അടുത്ത സർഗത്തിൽ. ഭൂയ ഏവ മഹാതേജ ഹനുമാൻ പവനാത്മജ അബ്രവീത് പ്രശ്രിതം വാക്യം സീതാ പ്രത്യയകാരണോ. മഹാതേജസ്വിയും രാമദൗത്യം കൊണ്ടു നടത്താനുള്ള വ്യഗ്രതയുള്ളവനും ആയ വായുപുത്രനായിട്ടുള്ള ഹനുമാൻ സീതയ്ക്ക് വിശ്വാസം വരാൻ വേണ്ടി വീണ്ടും ഇപ്രകാരം പറയണം. വാനരോഹം മഹാഭാഗ്യേ ദൂതോ രാമസ്യ ധീമതാ രാമനാമങ്കിതം ഛേദം പശ്യദേവ്യങ്കുലീയകം. ഏറ്റവും വലിയ തെളിവായിട്ട് ഇതാ രാമൻ്റെ മോതിരം കണ്ടാൽ ബോധിക്ക് അറിയാലോ. എനിക്ക് തന്നതായിട്ടുള്ള ഈ മോതിരം നോക്കൂ, ഇതുപോരെ, ഇനി എന്തെങ്കിലും തെളിവിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. പ്രത്യയാർത്ഥം തവാനീതം തേന ദത്തം മഹാത്മനാ തമശ്വതി ഭദ്രം ദേ ക്ഷീണദുഃഖഫലാഹ്യസി. ഭവതിയുടെ വിശ്വാസത്തിന് വേണ്ടിയിട്ട് മഹാത്മാവായിരിക്കുന്ന രാമൻ നേരിട്ട് എനിക്ക് തന്നതാണ്. അത് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. ഭവതി എൻ്റെ കയ്യിൽ ഇപ്പോൾ കാണുന്നത്. അതുകൊണ്ട് ഭവതി ആശ്വസിക്കൂ, മംഗളം വരട്ടെ. ഭവതിയുടെ ദുർദശ തീർന്നിരിക്കുന്നു. സമാശ്വതി ഭദ്രം ദേ ക്ഷീണദുഃഖ ബലാഹ്യസി. ആ കഷ്ടകാലം ഒരു പേടി സ്വപ്നം പോലെ ഭവതിക്ക് മറക്കാമെന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഈ മോതിരം കണ്ടപ്പോൾ രാമൻ നേരിട്ട് വന്ന ഒരു പ്രതീതി സീതയ്ക്ക് ഉണ്ടായി. ഗൃഹീത്വാ പ്രേക്ഷമാണാസ ഭർത്തുക്കരവിഭൂഷണം. ഭർത്താവിൻ്റെ പാവനമായിട്ടുള്ള വിരലിൽ ഭൂഷണമായിട്ടുള്ളതായിട്ടുള്ള ആ മോതിരം കണ്ടപ്പോൾ ഭർത്താരമിവ സംപ്രാപ്തം, ഭർത്താവ് തന്നെ നേരിട്ട് വന്ന ഒരു പ്രതീതി സീതയ്ക്കുണ്ടായി. ഈശ്വര, എന്താണ് ഞാൻ ഈ കാണുന്നത്? എൻ്റെ പതിയായിട്ടുള്ള രാമൻ്റെ മോതിരം കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായല്ലോ. തീർച്ചയായിട്ടും ഇവിടുന്ന് അങ്ങോട്ട് മംഗളേ ഉണ്ടാവുള്ളൂ എന്ന് ഇപ്പോൾ ഇതാ എൻ്റെ മനസ്സ് പറയണു. ഇത്രയും ദുഃഖങ്ങൾ സഹിച്ചതിനൊക്കെ ഒരു അവസാനം ഉണ്ടാവാൻ പോവുകയായിരിക്കുമോ? ചാരു തത്പതനം ദത്യാം താമ്രാശുക്ലായ ദേക്ഷണ ബഭൂവ ഹർഷതോദഗ്രം ച രാഹുമുക്തൈവോടുരാട്. രാഹുവിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടതായിട്ടുള്ള ചന്ദ്രൻ ഗ്രഹണം വരുമ്പോൾ രാഹുവിൻ്റെ പിടിയിൽ പെടുമല്ലോ. അടുത്ത് മുക്തനായിട്ടുള്ളതുപോലെ ആ തിങ്കൾ നേർമുഖിയായിട്ടുള്ള സീതയുടെ മുഖം ശോഭിച്ചു. ഒന്നങ്ങനെ ശോഭിച്ചു. രാവണൻ മോട്ടിച്ചു കൊണ്ടുവന്നതിന് ശേഷം ഒരു ആശ്വാസമോ യഥാർത്ഥ ഉള്ളു തുറന്ന സന്തോഷമോ ഉണ്ടായ നിമിഷം ഇപ്പോഴാണ്. ഇതുവരെ ആശങ്കകളാണ്. ഹനുമാനെ കണ്ടതുകൊണ്ടൊന്നും ആയില്ലല്ലോ. രാമൻ വരുമോ, രാവണനെ കൊല്ലുമോ, രാമൻ അയച്ച ദൂതൻ തന്നെയാണോ, അതുപോലും സംശയമാണ്. ഓം കൂടി സംശയം. കാരണം അല്ലെങ്കിൽ രാമൻ്റെ മോതിരം കയ്യിലുണ്ടാവില്ലോ. അത് ഏതായാലും ഒരാശ്വാസം തന്നെ. ഇപ്പം തീർച്ചയായി രാമൻ്റെ ദൂതനാണ് ഹനുമാൻ. തം സ്വാ ശ്രീമതി ബാല ഭർത്തൃസന്ദേശഹർഷിത. നീ വളരെ വിക്രാന്തിമാനാണ് ഹനുമാൻ എന്നിതാ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എനിക്ക് മനസ്സിലായി. ഈ രാക്ഷസ താവളത്തിൽ വന്നിട്ട് ഇത്രയധികം രാക്ഷസന്മാർ കാവലുള്ളപ്പോൾ അതിനെയൊക്കെ കടന്ന് എൻ്റെ അടുത്ത് വന്ന് രാമൻ്റെ സന്ദേശം എനിക്ക് കൈമാറാനും അതുപോലെ തന്നെ അടയാളം ആയിട്ടുള്ള മോതിരം തരാനും നിനക്ക് കഴിഞ്ഞല്ലോ. സാധാരണ ഒരാൾക്ക്
കാര്യമല്ല, സാധിക്കുന്ന കാര്യമല്ല നീ ചെയ്തത്. സമുദ്രം കടക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ദുഷ്കരം. ഒരു മനുഷ്യനെ കൊണ്ടോ മനുഷ്യനെ പോലെ സമാനമായിട്ടുള്ള ഒരാൾക്കോ സാധ്യമല്ലാത്ത കാര്യമാണ് നീ ചെയ്തത്. ഈ രാവണനെ കണ്ണു വെട്ടിച്ച് ഇങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് വരിക, രാമൻ കൊടുത്തു വെച്ചിട്ടുള്ള മോതിരം ഇവിടെ തരിക എന്നൊക്കെ പറഞ്ഞാൽ ഒരാൾക്കും ലോകത്തിൽ സാധിക്കാത്ത കാര്യം. അതിൽ നീ ബുദ്ധിമാനാണ്, സമർത്ഥനാണ്, ഞാൻ സമ്മതിച്ചു. ഏനേതൻ്റെ അക്ഷതപദം ത്വയേകേന പ്രദർശിതം. രാക്ഷസന്മാരാൽ പാലിക്കപ്പെടുന്നതായിട്ട് ഈ ലങ്കയിൽ വന്ന് ഇങ്ങനൊരു കാര്യം നിർവഹിക്കണം എന്നുണ്ടെങ്കിൽ സാമാന്യമായിട്ടുള്ളൊരാൾക്ക് സാധിക്കണതല്ല. സമുദ്രലംഘനം എല്ലാം നിസ്സാരമല്ല. നീ ചെയ്ത ഒരു പ്രവൃത്തിയും നിസ്സാരനുമല്ല. നീ നിസ്സാരനും അല്ല എന്ന് ഞാനിതാ സമ്മതിച്ചിരിക്കുന്നു. യസ്യതേ നാസ്തി സന്ത്രാസോ രാവണാദപി സംഭ്രമ. നിസ്സാരനായിട്ടുള്ള ഒരു വാനരനാണ് നീ എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനത്തെ ഒരു വാനരനൊന്നും സാധിക്കുന്ന പ്രവൃത്തിയല്ല നീ ഇപ്പോൾ ചെയ്തത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നീ നിസ്സാരനായിട്ടുള്ളൊരു വാനരനാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് അർഹസേ ച കവിശ്രേഷ്ഠ മൈ സമഭിഭാഷിതും. അതുകൊണ്ട് നീ എന്നോട് സംസാരിക്കണം. എനിക്ക് പല കാര്യങ്ങളും എന്നോട് സംസാരിക്കാനുണ്ട്, നിനക്കൊരു പക്ഷേ എന്നോടും സംസാരിക്കാനുണ്ടാവും. നമ്മൾ തമ്മിലുള്ള സംഭാഷണത്തിന് ഇനി യാതൊരു തടസ്സവും ഇല്ല. ഞാൻ തയ്യാറാണ്. എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനും പറയാനുണ്ട്. അങ്ങേക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലോ എന്നോടും പറയാം, നിനക്ക് എന്നോട് പറയാം. ഇനി നമ്മൾ തമ്മിൽ അത്ര വലിയ ഭയമോ വേർതിരിവോ വേണ്ട. രാമൻ്റെ മോതിരം കൊണ്ടെത്തുന്ന ആളല്ലേ. അങ്ങനത്തെ ഒരാൾ ഒരിക്കലും നിസ്സാരനോ അല്ലെങ്കിൽ ഒരു ചതിയനോ ഒന്നും ആവില്ല. ഒരു തരത്തിലും അത്തരത്തിലൊരു വ്യക്തിയെ ശങ്കിക്കേണ്ട ആവശ്യം ഇല്ല എന്ന് എനിക്ക് ഇപ്പോൾ ഉറപ്പായി. പ്രേഷയിഷ്യടി ദുർദക്ഷോ രാമോനക്യപരീക്ഷിതം പരാക്രമം അഭിജ്ഞായ മത്സകാശം വിശേഷത. രാമൻ്റെ പരാക്രമത്തെ നല്ലപോലെ പരീക്ഷിച്ചറിയാത്ത, അതായത് ഇവിടെ വന്നിട്ട് നിർവഹിക്കാൻ പറ്റാത്ത ഒരാളെ രാമനെ അയക്കില്ല. രാമനല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരാളെയും കൂടെ അയക്കും. എൻ്റെ അടുത്തേക്ക് അങ്ങനത്തെ ഒരു കാര്യത്തിന് അയക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് പ്രാപ്തിയുള്ള ഒരാളെ മാത്രമേ അയക്കുള്ളൂ. രാമനെ അയച്ചതാണ് എന്ന് എന്താ തെളിവ്? മോതിരം അത് തെളിഞ്ഞുല്ലോ. ഇനി വേറൊന്നും അറിയാനില്ല. കാരണം അങ്ങനത്തെ ഒരാൾ ഏതെങ്കിലും ഒരാളെ തീർച്ചയായിട്ടും രാമൻ അയക്കില്ല, അതുറപ്പാണ്. അതുകൊണ്ട് നീ വിക്രാന്തിമാനും പരാക്രമശാലിയും മഹാബുദ്ധിമാനുമാണ് എന്ന് ഈ മോതിരം തെളിവാണ്. എനിക്കൊന്നും സംശയമില്ല എന്ന് പറയണം. ദിഷ്ട്യാ ച കുശലീ രാമോ ധർമാത്മാ സത്യസങ്കര. ധർമാത്മാവും സത്യസങ്കരനും യഥാർത്ഥത്തിലുള്ള ധർമ്മയുദ്ധം ചെയ്യുന്നവനും ആയ ആ രാമനെ എല്ലാ തരത്തിലും ദേഷ്യം വന്നിട്ട് എന്തുകൊണ്ടാണ് ഈ ഭൂമിയെ കീഴ്മേൽ മറയ്ക്കാത്തത്? പത്നിയെ ഒരാൾ മോട്ടിക്കാവുന്ന ചെറിയ കാര്യമാണോ? അപ്പോൾ അത്രയും വലിയ ഒരു കാര്യം ഇവിടെ ഉണ്ടായിട്ട് എന്താണ് പ്രളയാഗ്നിയെപ്പോലെ കോപിച്ചിട്ട് ഈ ഭൂമിയെ ഇല്ലാതാക്കാത്തത്, അല്ലെങ്കിൽ ഭൂമിയെ തന്നെ കുലുക്കി മറയ്ക്കാത്തത്? എന്താണ് രാമൻ ഒരു നടപടിയും എടുക്കാത്തത് ആണ് ചോദ്യം. ഒരു നടപടി. അഥവാ ശക്തിമന്തൗ തൗ സുരാണാം അഭിനിഗ്രഹേ മമൈവ തന്നെ ദുഃഖാനാം അസ്ഥിമന്യേ വിപര്യ. ദേവന്മാരെ പോലും ജയിക്കാൻ കഴിവുള്ള ആളാണെങ്കിലും ദുഃഖങ്ങൾക്ക് മാത്രം എന്താണ്, എൻ്റെ ദുഃഖങ്ങൾക്ക് മാത്രം എന്താണ് അവസാനം ഇല്ലാത്തത്? രാമൻ എന്തെല്ലാം കാര്യങ്ങൾ ഈ ലോകത്തിൽ ചെയ്തു. 14,000 രാക്ഷസന്മാരെ വധിക്കുക, വിരാജനെ വധിക്കുക, കമന്തനെ കൊല്ലുക, ദൂഷണ ത്രിശരസിനെ കൊല്ലുക. ഇത്രയും പരാക്രമം നടത്തിയിട്ടുള്ള രാമൻ എൻ്റെ കാര്യത്തിൽ എന്താണ് കാര്യമായിട്ടൊന്നും ചെയ്യാത്തത്? ആ ഒരു സംശയമാണ് ഇപ്പോൾ ബാക്കി നിൽക്കുന്നത്. കച്ചിന്നദീന സംഭ്രാന്തക്കാര്യേഷു ജനമുഖ്യതി. ഞാൻ നഷ്ടപ്പെട്ടതായിട്ടുള്ള ഇംഗ്ലീഷിൽ പറയുന്ന ഷോക്കിൽ, ആ ഒരു ആഘാതത്തിൽ തുടർന്ന് എന്ത് ചെയ്യണം എന്ന് നിശ്ചയമില്ലാതെ കർത്തവ്യതാമൂഢത എന്നൊന്നുണ്ടല്ലോ. ചില ഘട്ടത്തിൽ നമുക്ക് എന്ത് അനന്തരം ചെയ്യണം നിശ്ചയമില്ലാതെ കുറേ കാശ് കയ്യിൽ നിന്ന് പോക്കറ്റ് അടിച്ചാണ്ട് പോയാൽ ചിലപ്പോൾ നമുക്ക് ഇതികർത്തവ്യതാമൂഢത ഉണ്ടാവും. അന്വേഷിക്കുക വേണ്ട, പോലീസിൽ പറഞ്ഞ് കംപ്ലൈൻറ്റ് ചെയ്യുമെന്ന് പറയും ചിലർ. പോയത് പോട്ടെ ഞാൻ അതിൻ്റെ പിന്നാലെ തിരിയണ്ടെന്ന് പറയും ചിലർ. ഇല്ലേ, പണങ്ങി പോകാനുള്ള പൈസ കയ്യിലില്ല, അങ്ങ് എങ്ങനെ ബസ്സിൽ അങ്ങനെ ചിന്തയുണ്ടാവും. അങ്ങനെ തുടർന്ന് നമ്മൾ കുറച്ച് നേരം ഒരു ഷോക്കിലായിരിക്കും. അവിടെ നിന്ന് അങ്ങോട്ട് എന്ത് ചെയ്യണമെന്ന് ഒരു നിശ്ചയം ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഭാര്യ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അങ്ങനെ കാര്യം. അത് ശക്തനായിട്ടുള്ള രാവണൻ്റെ കയ്യിൽ സമുദ്രത്തിൻ്റെ മറുകരയിലാണ് എത്തിയിരിക്കുന്നത്. ഇത് കർത്തവ്യതാമൂഢത കൊണ്ട് എന്ത് ചെയ്യണം എന്ന് നിശ്ചയമില്ലാതെ
എന്തായി? നിഷ്ക്രിയനായോ ആ രാമൻ? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. കച്ചിൻ മിത്രാണി ലഭതേ മിത്രേച്ചാപ്യഭിഗമ്യതേ. അദ്ദേഹത്തിന് സഹായിക്കാൻ മിത്രങ്ങളൊന്നുമില്ല ഈ കാര്യത്തിൽ. സ്വന്തം കഴിയില്ലെങ്കിലാണല്ലോ വേറൊരാളുടെ സഹായം തേടിയിട്ടെങ്കിലും കാര്യം നടത്തുക. എനിക്ക് കഴിവില്ല എന്ന് വിചാരിച്ച് വെറുതെ ഇരിക്കില്ല. അപ്പം മറ്റൊരാളുടെ സഹായം തേടേണ്ടി വന്നാൽ സഹായം തേടിയിട്ടും കാര്യം നേടണം. അങ്ങനെ ഒരു മിത്രത്തിനെ കിട്ടിയില്ലേ? സുഗ്രീവൻ കേവനാണെന്ന് പറയുന്നു. ആ മിത്രം എന്താ സഹായിക്കുന്നില്ലേ? അല്ലെങ്കിൽ വേറെ മിത്രങ്ങളെ കിട്ടുന്നില്ലേ? എന്നെ നേടാനുള്ള പ്രയത്നം എന്തെങ്കിലും രാമൻ ചെയ്യുന്നുണ്ടോ? ഒക്കെ എൻ്റെ മനസ്സിൽ സംശയമുണ്ട്. വേർപിരിഞ്ഞതിനാൽ ചില ആൾക്കാർക്ക് അങ്ങനെയുണ്ട്. വേർപിരിഞ്ഞാൽ സ്നേഹം പോകുമെന്ന് പറയണു. അടുത്തിരുന്നാൽ സ്നേഹം വർദ്ധിക്കും. രണ്ട് തരത്തിലുണ്ട്. ദൂരത്ത് പോയാൽ സ്നേഹം കൂടും, അങ്ങനെയുള്ളവരുണ്ട്. അങ്ങനെ ചിലർക്കുണ്ട്. ദൂരത്ത് പോയാലാവും സ്നേഹം. ഇതിപ്പോൾ ഏത് പെട്ടതാണ് അപ്പോൾ ഈ രാമൻ? അതുകൊണ്ട് ഞാൻ അകന്ന് നിന്നപ്പോൾ എന്നിലുള്ള സ്നേഹം കുറഞ്ഞിരിക്കുമോ? ഇനിയിപ്പോൾ അവൾ പോയ വഴിക്ക് പോട്ടെ, ഇനിയിപ്പോൾ അവളെ നോക്കിയിട്ട് എന്താ കാര്യം എന്ന ചിന്ത. അകന്ന് നിന്നത് കൊണ്ട് സ്നേഹം കുറയുക, ആ ഒരവസ്ഥ വന്നുവോ രാമന് എന്നിൽ? അതും ഞാൻ സംശയിക്കുന്നു. സുഖാനാം ഉചിതോ നിത്യം അസുഖാനാം അനൂചിത. എല്ലാ സുഖസൗകര്യങ്ങൾക്കും അർഹനാണ് രാമൻ. എന്നിട്ട് എന്താണ് ഇത്രയും ദുഃഖം ഇപ്പോൾ അനുഭവിക്കേണ്ടി വന്നത്? അപ്പോൾ സുഖത്തിന് മാത്രം ഉചിതമായിട്ടുള്ള ഒരാൾക്ക് വലിയ ദുഃഖം വരുമ്പോൾ കർത്തവ്യത, മൂഢത വരിക, വലിയ ദുഃഖം വരിക, പ്രവർത്തനാത്മകത ഇല്ലാണ്ടേവോ അങ്ങനെ വരാം. അങ്ങനെ വല്ലതും സംഭവിച്ചിട്ട് മനസ്സിന് വല്ലാത്ത ആഘാതം സംഭവിച്ചിട്ടുണ്ടോ? കൗസല്യയുടെയും സുമിത്രയുടെയും ഭരതൻ്റെയും കുശലങ്ങളൊക്കെ അറിയുകയോ കേൾക്കുകയോ ചെയ്യണുണ്ടോ വല്ലവരും പറഞ്ഞിട്ട്? അയോധ്യയിൽ നിന്ന് പോകുന്നതാണ്. എല്ലാവരോടും സ്നേഹമാണ് രാമന്. കൗസല്യ എന്ന് പറഞ്ഞാലും ഭരതൻ എന്ന് പറഞ്ഞാലും കൈകേയിയോടക്കം ഒരു വിരോധം മനസ്സിലുള്ള ആളല്ല. അപ്പോൾ അവരുടെയൊക്കെ കുശലം, ഇപ്പോഴത്തെ സ്ഥിതി ആരെങ്കിലും പറഞ്ഞ് ആ രാമൻ അറിയുന്നുണ്ടോ? ഒക്കെ അറിയണമെന്നുണ്ടാവും. അയോധ്യയിലത്തെ കാര്യങ്ങളൊക്കെ സദാ അറിയണം എന്ന ആളല്ലേ രാമൻ. അപ്പോൾ ഇതെല്ലാം അറിയുന്നുണ്ടോ? അറിയാത്തതായിട്ടുള്ള ദുഃഖമുണ്ടോ? മന്നിമിത്തേന മാനാർഹ കച്ചിച്ചോഗേന രാഘവ കച്ചിന്നാന്യമനാരാമ കച്ചിന്മാം ധാരയിഷ്യതി. മാനം മാത്രം കൈമുതലായിട്ടുള്ള ആ രാഘവൻ ഞാൻ നിമിത്തമുള്ള ശോകത്താൽ വല്ലാതെ അഴലുന്നുണ്ടോ? കാറ്റത്ത് ഒലയുന്ന വഞ്ചിയെപ്പോലെയോ മറ്റോ ഒലഞ്ഞ് ഇടിഞ്ഞ മനസ്സോടുകൂടിയാണോ കഴിയണത്? കച്ചിതട്ടോഹിണി ഭീമാം ഭരതോ ഭ്രാതൃവത്സല. ഭ്രാതൃവത്സലനായിരിക്കുന്ന ഭരതൻ രാവണനെ എതിർക്കാൻ തൻ്റെ സൈന്യത്തെ ചേട്ടന് വേണ്ടി വിട്ടുകൊടുക്കുമോ? ഇതൊക്കെ ഈ സീതയുടെ ചിന്തകൾ. രാവണനുമായിട്ട് ചിലപ്പോൾ ഏറ്റുമുട്ടേണ്ടി വരും, എന്നാലല്ലേ എന്നെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി സൈന്യമുണ്ട് ഭരതൻ്റെ കയ്യിൽ. ഭരതനാണല്ലോ രാജാവ്. ആ ഭരതനെ സൈന്യത്തെ നൽകുമോ? അതൊരു ചിന്ത. വാനരാധിപതി ശ്രീമാൻ സുഗ്രീവ കച്ചിദേഷ്യതി മകൃതേ ഹരിബിർ ബീരേർ വൃതോ ദന്തനകായുധൈ. നഖം, ദന്തം മുതലായിട്ടത് ആയുധമാക്കിയിട്ടുള്ള ധാരാളം വാനരന്മാർ ആ കയ്യിലുള്ളതായിട്ട് സുഗ്രീവൻ അവരോട് കൂടിയിട്ട് ഇവിടെ എത്തുമോ? തൻ്റെ കയ്യിൽ ധാരാളം വാനരന്മാരും സൈന്യന്മാരും ഉണ്ടെന്ന് കേൾക്കണു. സുഗ്രീവൻ മാത്രം വന്നിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇവിടെ സൈന്യങ്ങൾ കോടിക്കണക്കിനുണ്ട്, രാക്ഷസന്മാർ. അപ്പോൾ ഇഷ്ടംപോലെ സൈന്യത്തോട് കൂടിയിട്ട് നഖദന്തങ്ങളായുധങ്ങളായി സ്വീകരിച്ച വാനരന്മാരുടെ സൈന്യത്തോട് കൂട്ട് സുഗ്രീവൻ ഇവിടെ വരുമോ? അങ്ങനെയൊക്കെ ആയാലേ ഇവിടെ എന്തെങ്കിലും നടക്കുമോ? ഒരു വ്യക്തിക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ സുഗ്രീവൻ സഹായിക്കുമോ? സുഗ്രീവൻ സഹായിക്കുമോ എന്നാണ് വേറൊരു ചിന്ത. പറയണം, അധികം താമസിക്കാണ്ട് രാവണൻ ഈ ഭൂമിയിൽ മരിച്ചു വീഴുന്ന സംഭവം എനിക്ക് കാണാനായിട്ട് സാധിക്കുമോ? രൗദ്രേണ കച്ചിദസ്ത്രേണ രാമേണ നിഹതം രണേ ദ്രക്ഷ്യാമ്യൽപേന കാലേന രാവണം സുഹൃജനം. രാവണൻ തൻ്റെ സുഹൃജനങ്ങളോട് കൂടിയിട്ട് യുദ്ധത്തിൽ രാമനോട് ഏറ്റ് മരിച്ചു വീഴുന്ന അഭിലഷണീയമായ കാഴ്ച എന്ന് വേണമെങ്കിൽ പറയാം. അത് അടുത്തുണ്ടാവുമോ? അങ്ങനെ ഒരു സംഗതി ഇവിടെ ഉണ്ടാവുകയാണെങ്കിൽ അതായിരിക്കും ഇപ്പം എനിക്ക് ഏറ്റവും അധികം അഭികാമ്യം എന്ന് പറയണം. കച്ചിന്നത ദേവസമാനവർണം തസ്യാനനം പത്മസമാനഗന്ധി മയാ വിനാശിഷ്യതി ശോകദീനം ജലക്ഷേ പത്മവിവാദമേവന. സ്വർണത്തിൻ്റെ നിറം ഉള്ളതും നല്ല പൂക്കളുടെ സുഗന്ധമുള്ളതും ശോകദീനവുമായിട്ടുള്ള മുഖം എന്നാണ് ഞാൻ കാണുക.
അത് വെയിലത്ത് വാടിയ താമര പോലെ എന്നെ പിരിഞ്ഞ ദുഃഖം കൊണ്ട് ഇപ്പോൾ ദുഃഖമയമായി തീർന്നിട്ടുണ്ടാകുമോ? വാടിയ താമര പോലെ ആയി തീർന്നിട്ടുണ്ടാകുമോ? ധർമാപദേശ ത്യജതസ്വരാജ്യം മാം ജാപ്യരണ്യം നയതിപ്പതാതേ. ധർമ്മോപദേശത്താൽ നാട് വെടിയേണ്ടി വരിക, എന്നെ കാട്ടിലേക്ക് കൊണ്ടുവരേണ്ടി വരിക, എല്ലാ സുഖവും തരേണ്ട ആളാണ്, അതിന് പകരം കാട് തന്നു എന്ന ദുഃഖം മനസ്സിനെ അലട്ടി കാൽനടയായിട്ട് സഞ്ചരിക്കുകയും ചെയ്തിട്ടും രാമന് വിഷമമൊന്നും ഉണ്ടായിട്ടില്ല. അതൊന്നും രാമനെ വിഷമിപ്പിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ നഷ്ടത്തിൽ ഈ പറഞ്ഞ സംഗതിയെക്കാട്ടിലൊക്കെ വലിയ ദുഃഖം അലട്ടിക്കൊണ്ട് രാമന് താങ്ങാനാവാത്ത വല്ല അവസ്ഥയും വന്നിട്ടുണ്ടോ? ഇതികർത്തവ്യത മൂഢത വന്നിട്ടുണ്ടോ? അത്ര വേഗമൊന്നും തളരണ ആളല്ല രാമൻ. പക്ഷേ എൻ്റെ നഷ്ടത്തിൽ തളർന്നുകൂടായികയില്ല. സീതയ്ക്ക് നല്ലോണം അറിയാം തൻ്റെ ശക്തി സീതയാണ്, ഏറ്റവും ലോകത്തിൽ സ്നേഹിക്കുന്ന ആൾ സീതയാണ്. അപ്പോൾ ഒന്നുകൊണ്ടും തളരില്ലെങ്കിലും ചിലപ്പോൾ അങ്ങനത്തെ ആൾക്കാരും ചില കാര്യം കൊണ്ട് തളരും. എന്തുകൊണ്ടും തളരാത്ത ആൾ ചിലതുകൊണ്ട് തളരും. ഒരു കാര്യം തളരാനുണ്ടാവാം അങ്ങനത്തെ ഒരുക്കെന്നാണ്. അപ്പം അത് ഞാൻ മൂലമായി തീർന്നിട്ടുണ്ടോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. മറ്റാരേക്കാട്ടിലും ആ രാമനെ ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ അത്ര സ്നേഹം ഈ ലോകത്തിൽ കൗസല്യക്കോ വേറെ ആർക്കോ രാമനോട് ഇല്ല. അത് രാമനും അറിയാം. അതുകൊണ്ട് എൻ്റെ നഷ്ടത്തിൽ അതോർത്ത് ദുഃഖിക്കുന്നുണ്ടാവുമോ? എന്തൊക്കെയാണ് രാമൻ്റെ യഥാർത്ഥ അവസ്ഥ എന്ന് അല്ലയോ ഹനുമാൻ, നീ രാമൻ ദൂതനാണല്ലോ, എന്നോട് പറയൂ. ഇതീവ ദേവീ വചനം മഹാർത്ഥം തം വാനരേന്ദ്രം മധുരാർത്ഥമുക്ത്വാ ശ്രോതും പുനഃതസ്യ വചോഭിരാമം രാമാർത്ഥയുക്തം വിരരാമ രാമ. അവസാനത്തെ രാമ എന്ന് പറഞ്ഞ സ്ത്രീയാണ്. സ്ത്രീയായിട്ടുള്ള സീത ഇത്രയും പറഞ്ഞുകൊണ്ട് തൻ്റെ ശങ്കകൾ പ്രകടിപ്പിച്ചുകൊണ്ട് വിരമിച്ചു. ഇനി ബാക്കി ഹനുമാൻ പറയട്ടെ. അപ്പം ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, നിനക്ക് ഉത്തരമാണ് കിട്ടുന്നത്, ചോദ്യങ്ങൾ കുറേ ആയി, ഇതിനുള്ള ഉത്തരം കിട്ടട്ടെ എന്നും പറഞ്ഞ് അവിടെ നിന്നപ്പോഴാണ് സീതായ വചനം ശ്രുത്വാ മാരുതിർഭീമവിക്രമാശിരത്യാഞ്ജലിമാതായ വാക്യമുത്തരം ബ്രവീ. രണ്ട് കൈയും തലയിൽ വെച്ചിട്ട് അതിനുള്ള ഉത്തരം പറഞ്ഞു. ദേവിയെ നമസ്കരിച്ച് വന്ദിച്ചുകൊണ്ട് അതാണ് അത്വാമിഹസ്താം ജാനീതേ രാമകമലലോചനാതേന നാനയത്യാശു ശജീം ഇവ പുരന്ദര. ദേവി ഏതു പ്രകാരം ഇന്ദ്രൻ ശജിയെ കൊണ്ടുപോകുന്നു, കൂടെ കൊണ്ടു നടത്തുന്നുവോ അതുപോലെ ഭവതിയെ കൊണ്ടു നടത്തും. അധികം താമസിയാതെ ദേവേന്ദ്രൻ ശജിയെ എന്ന പോലെ വേഗത്തിൽ കൊണ്ടുപോകാത്തത് തീർച്ചയായിട്ടും അത് സംഭവിക്കുന്നു പറയാണ്. പേടിക്കാനൊന്നുമില്ല. കമലലോചനായിരിക്കുന്ന രാമൻ ഇവിടെ ആണ് എന്ന് അറിയാത്തത് കൊണ്ടാണ് ഇതിവിടെ സംഭവിക്കാത്തത്. ശരിക്കും ഇവിടെ ഭവതി ഉണ്ട് എന്ന് അറിയണമെങ്കിൽ ഞാനങ്ങോട്ട് ചെന്നിട്ട് വേണ്ടേ അതറിയാൻ? ആ ഒരു കാര്യം കൊണ്ട് മാത്രമാണ് രാമൻ ഭവതിയെ കൊണ്ടുപോകാത്തത്. ഇനി അത് വേഗം ഉണ്ടാവും. എപ്പം ഞാൻ അവിടെ എത്തിയോ അതിന് ശേഷം ഒട്ടും താമസിക്കാതെ രാമൻ വരികയും ഭവതിയെ കൊണ്ടുപോവുകയും ചെയ്യും. ചിത്തേ വധു ഭജോമക്യം ക്ഷിപ്രം ഏഷ്യതി രാഘവ. വേഗം ഇവിടെ വന്ന് പടയോട് കൂടിയിട്ടാണ് വരിക, ഒറ്റയ്ക്കൊന്നുമല്ല. സുഗ്രീവനും സുഗ്രീവൻ്റെ പടയോടും കൂടി വന്ന് രാവണ യുദ്ധം ഉണ്ടാവും. അതിൽ രാവണൻ തീർച്ചയായിട്ടും വധിക്കപ്പെടുകയും ചെയ്യും. കാകുൽസ്ഥൻ ശരചരകൾ കൊണ്ട് ഈ സാഗരത്തെ മുഴുവൻ സ്തംഭിപ്പിച്ച് ലങ്കാപുരത്തെ രാക്ഷസന്മാരില്ലാത്തതാക്കി തീർക്കുന്നു പറയാണ്. കരിഷ്യതി പുരില്ലങ്കാം കാകുസ്ത ശാന്തരാക്ഷസം. രാക്ഷസന്മാരില്ലാത്ത അവസ്ഥ. രാക്ഷസന്മാരില്ലാതെ കണ്ട് ഈ ലങ്കയെ അധികം താമസിയാതെ രാമൻ ആക്കി തീർക്കാൻ ഭവതി കാണാൻ പോണ കാഴ്ചയാണ്. ഇത് ഭാവനയോ സ്വപ്നമോ അല്ല, തീർച്ചയായിട്ടും സംഭവിക്കും. തത്രയന്തരാമൃത്തിർ അതിദേവ മഹാസുര. അതിനിടയിൽ ആര് തടുത്താലും ആ തടുത്തിട്ടുള്ളവരൊക്കെ ആ യുദ്ധത്തിൽ കൊല്ലപ്പെടും. ഒരാൾക്കും രാമനെ തടുക്കാൻ ധൈര്യം ഉണ്ടാവില്ല. അഥവാ തടുത്താൽ അവൻ്റെ ഗതി എന്താണ്? എത്ര യത്യന്തര മൃത്യുർ യതി ദേവോ മഹാസുര. മൃത്യു കാലൻ തടഞ്ഞു എന്ന് കൂട്ടുക, അസുരന്മാർ തടഞ്ഞു എന്ന് കൂട്ടുക, ആര് അതിനെ ഇടങ്കോലിട്ടാലും അവരെ മുഴുവനും രാമൻ വധിക്കാനും മട്ടിക്കില്ല. എന്നിട്ട് രാവണനെ കൊല്ലുക. അതിലൊരാളെ ഇടപെടാനോ ഒരാളെ തടയാനോ രാമനൊരു വിഷയമല്ല എന്നർത്ഥം. പറയണം, ആര്യയെ ഭവതിയെ കാണാത്തതിലുള്ള ശോകത്താൽ സിംഹത്തിൻ്റെ പിടിയിൽപ്പെട്ട ആനയെപ്പോലെ രാഘവൻ ദുഃഖിക്കണു. ഇനി ഇതിലധികം ഒരു ദുഃഖം രാമന് വരാനില്ല.
അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള പർവ്വതങ്ങൾ, ചില കാര്യങ്ങൾ ഈ പ്രകൃതിയിൽ കാണുന്നതിനെക്കുറിച്ച് ആണയിടുക, അങ്ങനത്തെ സമ്പ്രദായം ഉണ്ടാവുന്നുണ്ട്. ഇവിടെ പർവ്വതങ്ങളെ പിടിച്ചിട്ട് ആണയിടുക ആണ് ഹനുമാൻ. മന്ദരേണ ച തേ ദേവി ശബേ മൂലബലേണ ച, മലയം, മന്ദരം, മേരു, വിന്ധ്യൻ, ദുർധരം, ഫലമൂലങ്ങൾ എന്നിവയെ പിടിച്ചിട്ട് ഇത് ആണയിടുകയാണ്. എന്താണ് ആണയിടുന്നത്? തീർച്ചയായിട്ടും യഥാസു നയനം ബൽഗു ബിംബോട്ടം ചാരുകുണ്ടലം മുഖം ദക്ഷ്യാസി രാമസ്യ പൂർണ്ണചന്ദ്രം വിബോധിതം. ചന്ദ്രൻ ഉദിച്ച പോലെയുള്ള രാമൻ്റെ മുഖം തീർച്ചയായിട്ടും അങ്ങ് അധികം താമസിയാതെ ഭവതി കാണും. ഈ പർവ്വതങ്ങളെക്കുറിച്ചെല്ലാം പിടിച്ച് ആണയിടുകയാണ് ഞാൻ. അത്ര ഉറപ്പുള്ള കാര്യങ്ങൾക്കേ ആണയിടാറുള്ളൂ. അതുകൊണ്ട് പൂർണ്ണചന്ദ്ര ശോഭമായിട്ടുള്ള രാമൻ്റെ മുഖം ഭവതി കാണാൻ പോകുന്നു. അധികം താമസിയാണ്ട് തീർച്ചയായിട്ടും അത് കാണാനായിട്ട് സാധിക്കും എന്ന് പറയുകയാണ്. വൈദേഹി പ്രസ്രവണ പർവ്വതത്തിൻ്റെ മുകളിലിരിക്കുന്നതായിട്ടുള്ള രാമനെ ഐരാവതത്തിൻ്റെ പുറത്ത് ഇന്ദ്രൻ ഇരിക്കുന്നത് പോലെ ഇപ്പം പ്രസ്രവണ പർവ്വതത്തിലാണ് കിഷ്കിന്ധയിൽ. ആ രാമനെ ഈ ലങ്കയിൽ നിൽക്കുന്നതായിട്ട് അധികം താമസിയാണ്ട് ഭവതി കാണും എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇപ്പോഴാവട്ടെ ഭവതിയെ കാണാതെ മാംസം ഭുജിക്കുന്നില്ല. ന മാംസം രാഘവോ ഭുങ്ക്തേ ന ചെയ്വ മധുസേവതേ, മധുവോ മദ്യമോ സേവിക്കുന്നില്ല, മാംസം ഭക്ഷിക്കുന്നില്ല. പിന്നെയോ ശരീരത്തിൽ വന്നിട്ടുള്ള ഈച്ചകളെ പ്രാണികളെ പോലെ ആട്ടുന്നില്ല. മനസ്സ് പരിപൂർണമായിട്ട് ബോധിയിലാവുമ്പോൾ തൻ്റെ ശരീരത്തെ പോലും ശ്രദ്ധിക്കാതെയാണ് രാമൻ ഇരിക്കുന്നത് എന്ന് പറയാം. നൈവം ദശ ന മശക, മശകങ്ങളെ ഈച്ച മറ്റ് പ്രാണികളുടെ ശരീരത്തിൽ വന്നിരുന്ന അതിനെ ആട്ടാൻ പോലും മനസ്സില്ലാതെ ദുഃഖിതനാണ് രാമൻ ഭവതിയെ പിരിഞ്ഞതിൽ. ഉറക്കമില്ല. സീതേ 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 എന്ന് ഉറക്കത്തിൽ വിളിക്കുകയാണ്. സീതേ, ഉറക്കമുണർന്നാലും ഉറക്കത്തിലും സീതേ സീതേ എന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട്. ഒരു നല്ല പൂവോ പഴമോ കണ്ടു കഴിഞ്ഞാൽ അയ്യോ പ്രിയേ എന്ന് വിളിക്കും. എൻ്റെ സീത ഇത് കാണാനോ അനുഭവിക്കാനോ ഇല്ലല്ലോ. ദൃഷ്ട്വാ ഫലം വാ പുഷ്പം വാ യച്ഛാന്യ സ്ത്രീ മനോഹരം. സ്ത്രീകൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കണ്ടാൽ അപ്പം സീതയെ ഓർക്കും. എൻ്റെ സീത ഇത് കാണാൻ ഇവിടെ ഇല്ലല്ലോ, സദാ സീതേ എന്നിങ്ങനെ വിളിക്കുകയാണ്. സദേവി നിത്യം പരിതപ്യമാന താമേവ സീതേത്യഭിഭാഷമാണ്. സീതേ 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 എന്നിങ്ങനെ വിളിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടും ഋതരജോ രാജസുതോ മഹാത്മാ തമേവ ലാഭായ കൃതപ്രയത്ന. ആ സീതയെ കിട്ടാൻ വേണ്ടിയുള്ള പ്രയത്നത്തിൽ തന്നെ മുഴുകി തൻ്റെ ശരീരത്തെ പോലും ചിന്തിക്കാണ്ട് സ്വപ്നത്തിൽ പോലും സീതയെ സീതയെ എന്ന് വിളിച്ച് കഴിഞ്ഞുകൂടുകയാണ് ചെയ്യുന്നത്. വളരെയധികം ശല്യശോകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ സീതയുടെ മുഖം ഇത് കേട്ടപ്പോൾ വളരെയേറെ ശോഭിച്ചു എന്ന് പറയണം. സാ രാമസങ്കീർത്തന വീതശോക രാമസ്യ ശോകേന സമാനശോക ശരന്മുഖേന അംബുദശേഷചന്ദ്ര നിഷേവ വൈദേകസുധാ ബഭൂവ. വൈദേകസുതയായിട്ടുള്ള സീതയുടെ മുഖം ശരൽക്കാലത്തുദിച്ച ചന്ദ്രനെ പോലെ വിളങ്ങി എന്നൊക്കെയാണ് കേട്ടപ്പോൾ. ഇത്രയും തന്നെക്കുറിച്ച് ദുഃഖിച്ചിരിക്കുകയാണ് എന്നും സ്നേഹം തന്നിലുണ്ട്, അനക്കം പോലും ഒട്ടും മാറിയിട്ടില്ല എന്നും തന്നെ കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ്. അത് തീർച്ചയായിട്ടും സംഭവിക്കും, നടപ്പാവുകയും ചെയ്യും എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ആശ്വസിക്കാൻ വഴിയില്ല. ഇവിടെ ഹനുമാനാണ് പറഞ്ഞിരിക്കുന്നത്, ഏതെങ്കിലും ഒരു വ്യക്തിയല്ല. സമുദ്രം ചാടിക്കിടന്ന രാവണൻ്റെ കോട്ടയിൽ ഇത്രയും പ്രതിബന്ധങ്ങൾ കടന്ന് തന്നെ കണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാറ്റിനുപരി രാമൻ്റെ മോതിരവും തൻ്റെ കയ്യിൽ തന്നില്ലേ. അങ്ങനത്തെ ഒരാൾ പറഞ്ഞാൽ അത് വെറുതെ ആവാൻ തരല്ലേ. ആശ്വാസത്തിന് വഴിയുണ്ട്, ആശയ്ക്ക് വഴിയുണ്ട്. അങ്ങനെ ആ മുഖം ചന്ദ്രനെ പോലെ തിളങ്ങി എന്നും പറഞ്ഞ ആ സർഗ്ഗമാണ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇനി സീത രാമന് കൊടുക്കുന്ന സന്ദേശമാണ്. അവിടെ പോയിട്ട് പറയാനുള്ള സന്ദേശം, ഇങ്ങോട്ട് ഒരടയാളം തന്നു, അങ്ങോട്ട് ഒരടയാളം കൊടുക്കണമല്ലേ. സീതയെ കണ്ടു എന്ന് ഹനുമാൻ വെറുതെ പറയുമൊന്നുമില്ല, എന്നാലും ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് ശിരോ അലങ്കാരം കൊടുക്കുന്ന കാര്യങ്ങളാണ് അടുത്ത സർഗ്ഗത്തിൽ പറയണത്.